നമുക്കൊരു വീഡിയോ കണ്ടു തുടങ്ങിയാലോ? ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ ഈ അടുത്തപ്പോഴാണ്. ആളെ മനസ്സിലായോ? ആ മടിയിൽ കിടക്കുന്നത് ഫസ്ബിന്റെ ഭർത്താവായിട്ടുള്ള ലല്ലു ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിരുന്നു. ഇനി അതിലുള്ള മുഖം കാണിക്കാത്ത പെണ്ണാണ് എന്നുള്ളത് മാത്രം നമുക്കൊന്ന് ക്ലിയർ ചെയ്താൽ മതി. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എന്തായാലും ആളുടെ മുടിയും കോലം ഒക്കെ കണ്ടപ്പോ ഏകദേശം കുറെ ആൾക്കാർക്ക് ആളാരാണെന്ന് പിടികിട്ടി കാണും. എല്ലാരും വിളിച്ചു. ഇനി കൂടുതൽ വ്യക്തിത്വക്ക് വേണ്ടി നമുക്ക് ആള് കഴുത്തിൽ അണിഞ്ഞ ലോക്കറ്റ് തന്നെ ഒരു അടയാളമായിട്ട് എടുക്കാം. നീ അറിഞ്ഞ ഞാൻ പെട്ടു. മെഹനാസിന്റെ ഭാര്യ ആയിട്ടുള്ള സഫയുടെ ഒരു വീഡിയോ കണ്ടോക്കാം. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. സ്നേഹം കൊണ്ടാ. എന്നാലും എന്തൊക്കെ ഡയലോഗ് ആയിരുന്നില്ലേ? ഞാനും സഫയും തമ്മിൽ ഒരു ബന്ധമില്ല. അത് ഫസ്മിനെയും മേനാസും തമ്മിൽ പറഞ്ഞുണ്ടാക്കിയ വെറും കെട്ടുകഥകൾ മാത്രം. എല്ലാം എയാണ്. ഒരു ഫാബ്രിക്കേറ്റഡ് വീഡിയോസിനും എന്നെ എന്റെ ഭാര്യയും തകർക്കാനാകില്ല. ഇതിന് ന്യായീകരണമായിട്ട് അവളുടെ ഫ്ലാറ്റിലേക്ക് ഞാൻ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കാൻ പോയ സമയത്ത് ക്ഷീണിച്ച് അവളുടെ മടിയിൽ ഞാൻ കിടന്നു പോയതാണെന്ന് പറഞ്ഞവര് വരുമോ? അല്ല, ചിലപ്പോ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇനി കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഷർട്ട് ഇടാതെ നിൽക്കുന്ന ലല്ലു, ഒരു ഓറഞ്ച് ഡ്രസ്സിൽ കട്ടിൽമേൽ ഇരിക്കുന്ന സഫ. നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. ഇനി അതുകൂടാതെ ഇതേ കോസ്റ്റ്യൂമിൽ സഫന്റെ മറ്റൊരു ഫോട്ടോ കൂടി കാണിച്ചു തരാം. കല്യാണം കഴിഞ്ഞ പെണ്ണ് വേറൊരാളുടെ അവിഹിതം, കല്യാണം കഴിഞ്ഞ ചെറുക്കൻ പഠിച്ചു ചെയ്ത പെണ്ണോട്ട് അവിഹിതം. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഈ ഗെയിമിൽ ഒന്നും ഇല്ലാത്ത ഒരാളാണോ അപ്പൊ സഫ? ഈ സഫയുടെ സ്റ്റോറി എന്താ? എനിക്കറിയാൻ പാടില്ല ഇവരെന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണേ. ഫിസിക്കലായിട്ടും ഇല്ല, റിലേഷനും ഇല്ല, അവളെ ഒളിച്ചോടിയിട്ടില്ല, എവിടേക്കും പോയിട്ടില്ല. അവളുമായി റിലേഷൻ ഇല്ല, ഒളിച്ചോടിയിട്ടില്ല, എങ്ങോട്ടും പോയിട്ടില്ല പോലും. പിന്നെ നമ്മൾ തുടക്കത്തിൽ കണ്ട വീഡിയോ എന്താണോ? ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എന്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഇങ്ങോട്ട് ഇങ്ങനെ ഇവളിങ്ങനെ വന്ന് വള്ളി തരികയെന്നല്ലാതെ ഞാൻ അവൾക്ക് അങ്ങോട്ടൊരു വള്ളി കൊടുക്കാൻ ഇതിനൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇനി അങ്ങോട്ട് നിനക്ക് ഫുള്ളും വള്ളികളായിരിക്കും മോനെ. ഇനിയിപ്പോ നാളത്തെ കാലം സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ ഫസ്മിനെ ഇതും വെച്ച് നാളെ അവളെ വെളുപ്പിക്കാൻ അങ്ങ് വരും. കണ്ടില്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവളിപ്പോ സ്വയം വെളുപ്പിക്കാൻ നാളെ വരും. എന്തായാലും രണ്ടുപേരുടെയും അവിഹിതം പൊക്കി സ്ഥിതിക്ക് ഞാനൊരു സജഷൻ പറഞ്ഞിട്ടെ, എന്തായാലും രണ്ടാളും ചീഞ്ഞ് നാറി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നീയും സഫയും കൂടെ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചു. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഫസ്മിനാണെങ്കിൽ അവളുടെ കാമുകനായിട്ട് ആർമാദിച്ച് ജീവിക്കട്ടെ. രണ്ടുപേരുടേതായ രീതിയിൽ അങ്ങോട്ട് പോയിക്കോ. ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ്. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.